ഒറ്റ ചോദ്യം, മെസ്സി വരുമോ? മെസ്സിയുടെ കാര്യത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, അവര് വരാതിരിക്കാനുള്ള സാധ്യതയില്ല. നമ്മൾ പൊളിക്കും. അതിന് നമുക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് കിട്ടുകയും അങ്ങനെയുള്ള ആളുകൾ നമുക്കൂടെ നിങ്ങൾക്ക് ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഉറപ്പായിട്ട് അവരൊന്ന് സമൂഹത്തിൽ കൊണ്ടുവന്ന് അവരൊരു മാതൃകാപരമായ ജീവിതം, ലഹരി മുക്തമായ ഒരു ജീവിതം എങ്ങനെയുണ്ടെന്ന് ബാക്കി ലഹരി ഉപയോഗിക്കുന്നവർക്ക് കാണിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് തീർച്ചയായിട്ടും പറ്റും. അതൊരു നിർദ്ദേശമാണില്ല. ശരി, ഇതില് നമ്മൾ പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മിഞ്ഞാന്നും ഒരു യോഗത്തിൽ പറഞ്ഞ കാര്യം, ലഹരി ഉപയോഗിക്കുന്നതിനും അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കപ്പെട്ടെന്ന് മറിച്ച് വെക്കേണ്ട ആവശ്യം, അതിൽ നിന്ന് മുക്തമാവുന്ന ഒരാളെ ഒരു മോഡലായിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കും എന്നാണ്. അപ്പോൾ ഇന്ന് ഞാനൊരു എറണാകുളത്ത് തന്നെ കളമശ്ശേരിയിലൊരു സ്റ്റേഡിയത്തിൽ പോയി, കളിക്കളത്തിൽ ഞങ്ങളുടെ സന്ദർശനത്തിൻ്റെ ഭാഗമായി. അവിടെ ആ വാർഡ് കൗൺസിൽ പ്രസംഗിച്ച് ധാരാളം കുട്ടികൾ ഇവിടെ മയക്കുമരുന്നിന് അടിമയായിരുന്നു. പക്ഷേ കളിക്കളങ്ങൾ ഞങ്ങൾ സജീവമാക്കി അവരെ വെച്ച് കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തിയ 7ഓളം കുട്ടികൾ മയക്കുമരുന്നിൽ പിന്തിരിഞ്ഞു. അവരിപ്പോൾ ഇത്തരം ക്ലബ്ബുകൾ നയിക്കുന്നുണ്ട്. സന്തോഷമുള്ളത്. പക്ഷെ ഇപ്പോൾ വീണ്ടും പറയാം, ഇത്തരത്തിലുള്ള ഒരു കേസുകളും ഗവൺമെന്റിന്റെ ബന്ധപ്പെട്ട ഒരു വകുപ്പുകളും അവരെ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാൻ അത് ഉറപ്പ്. കാരണം അത്തരത്തിൽ അനാവശ്യമായുള്ള ഹറാസ്മെന്റിൽ പോലീസിന്റെ ഭാഗത്ത് പ്രത്യേക നിർദ്ദേശം തന്നെയാണ്. അപ്പോൾ ഇതിനെ കണ്ടെത്തുമ്പോൾ ഇതിപ്പോൾ മയക്കുമരുന്നുണ്ട് എന്ന് ഒരാളൊരു വിവരം നൽകുകയാണെങ്കിൽ ആ വിവരത്തെ ഒരിക്കലും പുറത്തുവിടില്ല. ആരാണ് ഇത് ഇൻഫോം ചെയ്യുന്നത്, ആരാണ് ഇൻഫോം, അവർക്ക് ഭാവിയിലോ അല്ലെങ്കിൽ അത് കൊടുക്കുന്ന സമയത്തോ ഒരു വിധത്തിലും അവർ ഇതുമായി ബന്ധപ്പെടുത്തുകയോ പുറത്തു പറയുകയോ ചെയ്യും. ഒരു കാര്യം കൂട്ടിച്ചേർത്തോട്ടെ, അത് ഇതുപോലെ ഒരാൾ ഇൻഫോം ചെയ്ത ആളുടെ കൈയും തലയൊടിക്കുന്ന വിഷയം നമ്മുടെ ഈ അടുത്ത് നടന്നിട്ടുണ്ട്. അത് എനിക്കൊന്നും ചില ഉദ്യോഗസ്ഥർ, നല്ല ഉദ്യോഗസ്ഥരുണ്ട്, അതിൽ നിന്നും ചിലരിൽ നിന്ന് ലീക്കായി പോയ വിഷയങ്ങൾ കൊണ്ടുണ്ടാകുന്നതായിരിക്കാം. അതിൽ നമുക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പൂർണ്ണമായിട്ടൊരു ഉറപ്പ് വേണം. അപ്പൊ നമുക്ക് പൂർണ്ണമായിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ സേഫ് ആയിരിക്കും, സെക്യൂർ ആയിരിക്കും എന്നൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ കുറേ പേര് ഇൻഫോം ചെയ്യാൻ തയ്യാറാണ്. ഒരു സംശയമാണ്, രാസലഹരിക്കെതിരായിട്ടുള്ള നമ്മുടെ ഈ പോരാട്ടത്തിൽ, ഈ ഫൈറ്റിൽ ഒരിക്കലും അതിൻ്റെ കൂടെ നിൽക്കുന്ന പോരാളികളെ ആക്രമിക്കാനോ അതല്ലെങ്കിൽ അവർക്കെതിരായ നടപടിയോ ഒന്നും ഉണ്ടാകില്ല. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ മാത്രമാണ് ഗവൺമെൻറ് നടപടികൾ ഉണ്ടാവുക. അവരെ പ്രൊട്ടക്ഷൻ നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും. ഈ ഒരു ശക്തമായിട്ടുള്ള ആൻറ്റി ഡ്രഗ് ക്യാമ്പയിനിൽ ആര് പങ്കെടുക്കുന്നു, ആരെല്ലാം ഡ്രഗ് കണ്ടെത്തുന്നു, ആരെല്ലാം ഇതിനെ ഇൻഫോം ചെയ്യുന്നു, ഒരിക്കൽ പോലും അവരെ ശല്യം ചെയ്യാനോ അവർക്കെതിരെ നടപടി ഉണ്ടാവില്ല. അത് ഉറപ്പാണ്. എന്ത് കാര്യത്തിനും ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുക, ഒരു പേടി ഒരൊറ്റ കാര്യമാണ്, സ്പോർട്സ് ശക്തമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറെ ലഹരി ആ സ്പോർട്സ് ആയി മാറും. ഒറ്റ ചോദ്യം, മെസ്സി വരുമോ? മെസ്സിയുടെ കാര്യത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, നമ്മൾ സർക്കാർ ഇത്രയും വലിയൊരു പണം മുടക്കി കൊണ്ടുവരാൻ കഴിയും. അതൊരു വസ്തുതയാണ്. നമ്മൾ ആദ്യം ആലോചിച്ചത്, ഇപ്പോൾ ഒരു സ്പോൺസർ വന്നിട്ട് അദ്ദേഹം ഈ ആഴ്ചക്കുള്ളിൽ പണമടക്കുക എന്നാണ്. അദ്ദേഹം പണമടച്ച തീർച്ചയായും കായിക പ്രേമികളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്നുള്ളത് അത് നടക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതിലൊരു സംശയമാണ്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മുടെ സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യക്ക് കിട്ടിയതിനു ശേഷം നമ്മൾ കേരളത്തിൽ ഒരുപാട് കായിക മന്ത്രിമാർ വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഇന്റർനാഷണൽ താരത്തെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് ആ ഒരു ആശയം മുന്നിലേക്ക് വെച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്. അതിനിപ്പോ സാറിനെ കൊണ്ട് സാധ്യമാകുമ്പോൾ നമ്മൾ പിന്നെയും സന്തുഷ്ടരാകും. തീർച്ചയായും. ഞാൻ ഒരു 3 ലോകകപ്പുകൾക്ക് പോയവരാണ്. അർജന്റീനയുടെ ധാരാളം കളികൾ കണ്ടതാണ്. അതിലപ്പുറം ആ ഒരു താരത്തോടുള്ള ഇഷ്ടം, മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ നാടാണ് കേരളം. അതാണ് നമ്മളെ മെസ്സിയെ കൊണ്ടുവരിക എന്നുള്ള കാര്യത്തിലേക്ക് പ്രേരിപ്പിച്ചത്.
അത് ഫുൾഫിൽ ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്, സർക്കാരിൻ്റെ കയ്യിൽ അതിന് ഉപയോഗിക്കാനുള്ള പണം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്നേ കൊണ്ടുപോകരുത്. ഫുട്ബോളായിരുന്നു ക്രിക്കറ്റിനായിരുന്നു കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നു. ഫുട്ബോള് ഏതായിരുന്നു, ഏത് ഗോളിയായിരുന്നു അല്ലെങ്കിൽ സ്ട്രൈക്കറായിരുന്നു? ഡിഫൻസിലായിരുന്നു. ബാക്ക് മറ്റേ ചെറുതിനെ ചോദിക്കട്ടെ, ഫുട്ബോളിൽ നിന്ന് മെസ്സിയെ കൊണ്ടുവരുന്നു പറയുന്നു, റൊണാൾഡോയെ കൊണ്ടുവരുന്നു. തീർച്ചയായും ഫാൻസ് ഉണ്ടല്ലോ. അല്ല, നോക്കൂ, നമുക്ക് ഒരു കളി നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അടുത്ത കളിയിലേക്കുള്ള സ്പോൺസർമാർക്ക് ഒരു ഇഷ്ടം. അവർ മുടക്കുന്ന പണത്തിന് അവരെ പണം കൂടി തിരിച്ചു കിട്ടണം. അത് നമ്മൾ നഷ്ടപ്പെടുത്തി കൊണ്ടുവരാൻ അവരോട് പറയാൻ കഴിയും. അവർ ആ രീതിയിൽ ചിന്തിക്കുന്നു എന്നാണ് എന്നോട് തന്നെ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ അർജന്റീന ടീം വരട്ടെ, തീർച്ചയായിട്ടും വരട്ടെ, അതിമനോഹരമായിട്ട് നമ്മുടെ കായിക കേരളം വരട്ടെ. അവര് വരാതിരിക്കാനുള്ള സാധ്യതയില്ല. നമ്മൾ പൊളിക്കും.